നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രായപൂർത്തിയാകാത്ത കുംഭമേള വൈറൽ താരത്തിന്റെ വിവാഹം പ്രായപൂർത്തിയാകാതെയാണ് ആ വിവാഹം നടന്നിരിക്കുന്നതെന്ന കണ്ടെത്തൽ. ഇതിനു പിന്നാലെ CPM നേതാക്കൾ ഒന്നടങ്കം വെട്ടിലായിരിക്കുകയാണ്. നമുക്കറിയാം, കുംഭമേള വൈറൽ താരമായ പെൺകുട്ടിയുടെ വിവാഹം കേരളത്തിൽ വെച്ച് നടത്തിയതും നേതാക്കളടക്കം പങ്കെടുത്തതും കേരള സ്റ്റോറി എന്നതടക്കമുള്ള ഒരു ടാഗ്ലൈനൊക്കെ നൽകിയതുമൊക്കെ നമുക്കറിയാവുന്ന സംഭവമാണ്. പക്ഷേ ഈ കുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്ന കേസ് വരുമ്പോൾ നിയമപരമായി ഇത് വലിയൊരു വെല്ലുവിളിയാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. പോക്സോ കേസിന് പിന്നാലെ പട്ടികവർഗ പീഡന കുറ്റവും കൂടി ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ചുമത്തും. വ്യാജ ജനന സർട്ടിഫിക്കറ്റ് തയ്യാറാക്കാൻ കൂട്ടുനിന്നവരും പ്രതികളാകും. ഇക്കാര്യം വ്യക്തമാക്കി ST കമ്മീഷൻ നിയമ ഉപദേശകൻ പ്രകാശ് ഉയ്ക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് പ്രകാശ് വ്യക്തമാക്കുന്നത്. വിവാഹത്തിന് കാർമ്മികത്വം വഹിച്ച കേരളത്തിലെ CPM നേതാക്കളുടെ പങ്കും അന്വേഷിക്കണമെന്ന ആവശ്യവും കൂടി അവിടെ നിന്ന് ഉയർന്നിരിക്കുകയാണ്. കല്യാണത്തിന് കാർമ്മികത്വം വഹിച്ച CPM നേതാക്കൾ കേസിലും വിവാദത്തിലും പ്രതികരിക്കുന്നില്ല. വിവാഹ സമയത്ത് പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിരുന്നില്ല എന്ന ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ കണ്ടെത്തലിനെ തുടർന്നാണ് മധ്യപ്രദേശ് പോലീസ് ഫർമാൻ ഖാനെതിരെ കേസെടുത്തത്. കഴിഞ്ഞ മാർച്ച് 11 തിരുവനന്തപുരത്തെ അരുമാനൂർ ശ്രീ നൈനാർ ദേവക്ഷേത്രത്തിൽ വെച്ചായിരുന്നു കുംഭമേള വൈറൽ താരത്തിന്റെ വിവാഹം. വിവാഹ സമയത്ത് പെൺകുട്ടിക്ക് 16 വയസ്സും 2 മാസവും മാത്രമായിരുന്നു പ്രായമെന്നാണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത്. വിവാഹത്തിനായി വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചെന്നാണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത്. 2009 ഡിസംബർ 30 പെൺകുട്ടി ജനിച്ചത്. മധ്യപ്രദേശിലെ ആശുപത്രി രേഖകളിൽ ഇത് വ്യക്തമാണ്. വിവാഹത്തിനായി വ്യാജ ജനന സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചതായും കമ്മീഷന്റെ റിപ്പോർട്ടിലുണ്ട്. ഇതോടെയാണ് ഫർമാൻ ഖാനെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തത്. വിഷയത്തിൽ കേരള, മധ്യപ്രദേശ് DGPമാരോട് ഡൽഹിയിൽ ഹാജരാകാൻ കമ്മീഷൻ നിർദ്ദേശം നൽകി. വിവാഹത്തിന് കാർമ്മികത്വം വഹിച്ച CPM നേതാക്കളായിരുന്നു. നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ്. അപ്പോൾ ഈ ഒരു ആദ്യം ഓടിയെത്തിയത് കുംഭമേള വൈറൽ താരത്തിന്റെ കല്യാണ വാർത്ത അറിഞ്ഞ് ആദ്യം ഓടിയെത്തിയത് നേതാക്കളായിരുന്നു. സർക്കാരിന്റെ CPMന്റെ പേരിൽ ആശംസകൾ നേർന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി, A റഹീം MP തുടങ്ങിയവർ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്ന നേതാക്കൾ അത് നമ്മളെല്ലാവരും വാനോളം പുകഴ്ത്തിയതാണ്. പക്ഷേ കാര്യങ്ങൾ മറ്റൊരു തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പോക്സോ കേസായതോടെ അന്ന് രക്തഹാരവും ബൊക്കെയും ഒക്കെ സമ്മാനിച്ചവരും ഇപ്പോൾ മൗനത്തിലാണ്. മാത്രമല്ല CPI കഴിഞ്ഞ ദിവസം കൈവിടുകയും ചെയ്തു. അത്തരത്തിൽ അവരുടെ വിവാഹം നടത്താൻ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഒരു മുൻകൈ എടുത്ത് നടത്തിയതല്ല എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ പാർട്ടി നൽകുന്നത്. വിവാഹം നടത്തി കൊടുത്തത് തങ്ങളല്ലെന്നാണ് പാർട്ടി നേതൃത്വം വ്യക്തമാക്കുന്നത്. വിവാഹം നടക്കുന്ന വിവരം അറിഞ്ഞതുകൊണ്ടാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും A റഹീം MPയും ചടങ്ങിൽ പങ്കെടുത്തത്. വധുവരന്മാർ സ്വമേധയാണ് ക്ഷേത്ര കമ്മിറ്റിയെ സമീപിച്ചത്. ഇവർ പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് തമ്പാനൂർ പോലീസിനെ കാണിച്ചിരുന്നതായാണ് മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരം അരുമാനൂർ ശ്രീ നൈനാർ ദേവക്ഷേത്രത്തിൽ കഴിഞ്ഞ മാസമായിരുന്നു പെൺകുട്ടിയും ഫർമാൻ ഖാനും തമ്മിലുള്ള വിവാഹം നടന്നത്. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് നടത്തിയ അന്വേഷണത്തിൽ വിവാഹ സമയത്ത് പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിരുന്നില്ല എന്ന് കണ്ടെത്തിയതോടെ മധ്യപ്രദേശിലെ ഗാർഗോൺ ജില്ലയിലെ മഹേശ്വർ പോലീസ് സ്റ്റേഷനിൽ ഫർമാൻ ഖാനെതിരെ പോക്സോ നിയമപ്രകാരം FIR രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. പെൺകുട്ടിയുടെ പ്രായത്തെക്കുറിച്ച് പരാതി ഉയർന്നതോടെ NCST കേരളത്തിലും മധ്യപ്രദേശിലുമായി വിശദമായി അന്വേഷണം നടത്തി. വധുവിന്റെ ഗോത്ര പശ്ചാത്തലം പരിഗണിച്ച് ഫർമാൻ ഖാനെതിരെ പോക്സോ നിയമത്തിന് പുറമെ ഭാരതീയ ന്യായ സംഹിത, SC/ST പീഡന വിരുദ്ധ നിയമം എന്നിവ പ്രകാരമുള്ള വകുപ്പുകളും ചുമത്തി. വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് കേരളത്തിലെയും മധ്യപ്രദേശിലെ DGPമാരോട് ഏപ്രിൽ 22 ഡൽഹിയിൽ ഹാജരാകാനും കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു. ഓരോ 3 ദിവസത്തിലും കേസിലെ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാനും കമ്മീഷൻ ആവശ്യപ്പെടുകയുണ്ടായി. കുട്ടി മധ്യപ്രദേശിലെ പാർദി ഗോത്ര വിഭാഗത്തിൽപ്പെട്ടതാണെന്നും മഹേശ്വർ ഹോസ്പിറ്റൽ റെക്കോർഡുകൾ പ്രകാരം 2009 ഡിസംബർ 30 ജനിച്ചതെന്നും കണ്ടെത്തി. 2026 മാർച്ച് 11 കേരളത്തിൽ വിവാഹം നടക്കുമ്പോൾ പ്രായപൂർത്തിയായിരുന്നില്ല എന്നും വ്യക്തമായി. എന്തായാലും വിവാഹം നടന്നത് കേരളത്തിലാണെന്നും പ്രായപൂർത്തിയായെന്ന് കാണിക്കാൻ വ്യാജ ജനന സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചതായും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി. ഈ വ്യാജരേഖ റദ്ദാക്കാൻ അധികൃതർ ഉത്തരവിട്ടിരിക്കുകയാണ്. ബാലവിവാഹത്തിന് കാർമ്മികത്വം വഹിച്ചുവെന്ന ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ CPMന് നേരെ ഉയരുന്നത്. വിവാഹ സമയത്ത് രക്തഹാരവും ബൊക്കെയും നൽകി സ്വീകരിച്ച നേതാക്കൾ പോക്സോ കേസായതോടെ അത്തരത്തിൽ തലയൂരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. വിവാഹത്തിനായി വ്യാജരേഖകൾ ചമച്ചുവെന്നത് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. വിവാഹത്തിന് മുമ്പ് തന്നെ പെൺകുട്ടിയുടെ പിതാവ് തന്റെ മകൾക്ക് പ്രായപൂർത്തിയായില്ലെന്നും അവളെ തട്ടിക്കൊണ്ടുപോയതാണെന്നും പരാതിയുമായി തമ്പാനൂർ പോലീസിനെ സമീപിച്ചിരുന്നു. എന്നാൽ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നും ഹാജരാക്കിയ ആധാർ കാർഡിലും ജനന സർട്ടിഫിക്കറ്റിലും ജനന തീയതി 2008 ജനുവരി
ജനുവരി 1 എന്നായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. ഈ രേഖകൾ പ്രകാരം പെൺകുട്ടിക്ക് 18 വയസ്സ് കഴിഞ്ഞെന്ന് വിലയിരുത്തിയ പോലീസ് പിതാവിന്റെ വാദം തള്ളി വിവാഹത്തിന് സൗകര്യമൊരുക്കി. എന്നാൽ ദേശീയ പട്ടികവർഗ കമ്മീഷൻ നടത്തിയ വിശദമായ അന്വേഷണത്തിൽ ഈ രേഖകൾ വ്യാജമാണെന്ന് തെളിയുകയായിരുന്നു. ഭരണഘടനാ പദവിയിലിരിക്കുന്ന മന്ത്രിയും എംപിയും ഉൾപ്പെടെയുള്ളവർ നിയമസാധുത പരിശോധിക്കാതെ ഇത്തരം ചടങ്ങുകളിൽ പങ്കെടുത്തത് വലിയ വീഴ്ചയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. രണ്ടുപേർ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചാൽ രേഖകൾ നോക്കേണ്ടതില്ലല്ലോ എന്ന വാദം ഇപ്പോൾ നേതാക്കൾ ഉയർത്തുന്നുണ്ടെങ്കിലും നിയമപരമായ ഒരു ബാലവിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചുവെന്ന ഗൗരവകരമായ ആരോപണമാണ് അവർ നേരിടുന്നത്. എന്തായാലും വിഷയത്തിന്റെ ഗൗരവം വളരെ ഗൗരവകരമാണ്. അതുകൊണ്ട് തന്നെ ഈ ഗൗരവകരം കണക്കിലെടുത്ത് കേരളത്തിലെയും മധ്യപ്രദേശിലെ DGPമാരോട് ഏപ്രിൽ 22 ഡൽഹിയിൽ ഹാജരാകാൻ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഓരോ 3 ദിവസത്തിലും കേസിലെ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാനും കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, പെൺകുട്ടിയെ വിവാഹം ചെയ്ത ഫർമാൻ ഖാനെതിരെ പോക്സോ കേസെടുത്തു. വിവാഹ സമയത്ത് ഹാജരാക്കിയ പെൺകുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് തെളിഞ്ഞതോടെ അതും വലിയ കുരുക്കിലേക്ക് നയിക്കപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും സംഭവം വളരെയധികം നിയമക്കുരുക്കിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. പോക്സോ കേസ് ചുമത്തി മധ്യപ്രദേശ് പോലീസാണ് ഫർമാൻ ഖാനെതിരെ കേസെടുത്തത്. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സിന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. മാത്രമല്ല, വിവാഹ നടത്തിപ്പിൽ CPM പോപ്പുലർ ഫ്രണ്ട് ഇടപെടലുണ്ടോ എന്ന സംശയവും കൂടി കമ്മീഷൻ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്നതും അന്വേഷണത്തിൽ കണ്ടെത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആധാർ കാർഡും ജനന സർട്ടിഫിക്കറ്റ് കോപ്പിയും പരിശോധിച്ചിരുന്നു. അന്ന് സംശയമൊന്നും തോന്നിയില്ല. തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ രേഖകൾ വെരിഫൈ ചെയ്തിരുന്നുവെന്നും പ്രതികരണമുണ്ടായി. അതായത് ഈ ഒരു ശ്രീനാരായണ ദേവക്ഷേത്രത്തിന്റെ സെക്രട്ടറി അജിത് കുമാർ അത്തരത്തിൽ പ്രതികരണം നടത്തിയിരുന്നു. വിവാഹത്തിന് മുൻപ് രേഖകൾ അടക്കം പരിശോധിച്ചതാണ്. പക്ഷെ അന്നൊന്നും ഇത്തരത്തിൽ സംശയമേ തോന്നിയില്ല. അതിനുശേഷമാണ് ഇവിടെ വരുന്നത്. രേഖകളിൽ സംശയമുണ്ടായിരുന്നെങ്കിൽ പോലീസ് അവിടെ വെച്ച് പറയുമായിരുന്നല്ലോ. രേഖകൾ പരിശോധിച്ച് പ്രായപൂർത്തിയായതുകൊണ്ടാണ് അച്ഛൻ്റെ കൂടെ അയക്കുന്നില്ല എന്ന് തീരുമാനമെടുത്തത്. വയസ്സ് തെളിയിക്കുന്ന ആധാർ മാത്രമാണ് ഇവിടെ പരിശോധിച്ചത്. വിവാഹം കഴിഞ്ഞ് ഇരുവരും നടത്തിയ പത്രസമ്മേളനത്തിലും ഇവിടെ കാണിച്ച രേഖകൾ ഹാജരാക്കിയിരുന്നു. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നും കമ്മീഷൻ ഇവിടെ എത്തി തെളിവെടുത്തിരുന്നുവെന്നും പൂവാർ സ്റ്റേഷനിലെ ആളുകളാണ് അന്ന് കൂടെ വന്നതെന്നും ദേവക്ഷേത്ര സെക്രട്ടറി അജിത് കുമാർ വിശദീകരിച്ചു. എന്തായാലും ഒരു വൈറൽ കല്യാണം, ആ വൈറൽ കല്യാണത്തിന് പിന്നാലെ ഒരു പുലിവാലായിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടത്. പ്രത്യേകിച്ച് CPM നേതാക്കൾക്ക് ഇത് വലിയ രീതിയിലുള്ള പുലിവാലായി മാറിയിരിക്കുകയാണ്. നിയമക്കുരുക്കിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.